ഗോഡ്സ് ഹോം, ദൈവത്തിൻ്റെ ഭവനം. വെളിപ്പാടിൻ്റെ 21:3 വാക്യമാണ്. കഴിഞ്ഞ ദിവസം ക്രിസ്തുവാണ് ഭവനമെന്നും ഭവനം ചമയ്ക്കുന്നവൻ ക്രിസ്തുവാണ് എന്നും കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ഇന്നേ ദിവസം ദൈവം ഭവനമാണ് എങ്കിൽ ഒരു പുതിയൊരു കാഴ്ചപ്പാട് നമുക്ക് തരികയാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതു സൃഷ്ടിയാകും. അവൻ്റെ പഴയത് മുഴുവനും കഴിഞ്ഞു പോകും. അത് ദൈവത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ഈ നിക്കോദിമോസ് വന്ന് ചോദിക്കുന്നുണ്ട്, രാത്രികാലത്ത് വന്ന്, രാത്രി നൈറ്റ് ക്ലാസ്സാണ്, വന്ന് വെച്ച് ചോദിക്കുന്നു, സ്വർഗരാജ്യം ലഭിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു അതിനെക്കുറിച്ചൊന്നുമല്ല. യേശു പറയുന്നു, നീ വീണ്ടും ജനിക്കണം, വീണ്ടും ജനിക്കണം. ഒരു പുനർജനനം. അത് ദൈവത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിലും ഒരു ശുദ്ധീകരണം, ഒരു പുനർജനനവും കാണും. വെളിപ്പാട് 21 അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. 21:3 ഇങ്ങനെയാണ് വായിക്കുന്നത്: സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവവുമായി അവരോടുകൂടെ ഇരിക്കും. അത്രയും നിർത്താം. ഇവിടെ ഒരു വലിയ പ്രധാനപ്പെട്ട പോയിന്റ് എന്നെ തൊട്ടത് ഇതാണ്. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും, ദൈവമേ സ്വർഗത്തിലൂടെ എന്നെ കൊണ്ടുപോകണേ, സ്വർഗത്തിലേക്കായിരിക്കണം, സ്വർഗത്തിലെ പോലെ ആകണമേ, നമ്മൾ അവിടെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത്, സിംഹാസനത്തിന് മഹാശബ്ദം പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അപ്പോൾ ഇത് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലോട്ട് ഇറങ്ങി വന്ന് പുതുസൃഷ്ടിയാക്കി ഭൂമിയെ ശുദ്ധിയാക്കി ഭൂമിയിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ കൂടാരത്തിനകത്ത് നമ്മളും വസിക്കുന്ന കർത്താവ് സ്വർഗത്തിലല്ല ഇരിക്കുന്നത്. ഇപ്പം ഈ വെളിപ്പാടിനകത്ത് കാണിച്ച് സ്വർഗത്തിൽ നിന്ന് ദൈവം തൻ്റെ മണവാട്ടിയായിട്ട് ഭൂമിയിൽ വസിക്കുന്നു. ഇതാണ് രക്ഷിക്കപ്പെട്ട് പുതുജീവൻ പ്രാപിച്ച ഓരോ വ്യക്തിയുടെ അന്തരാത്മാവിൽ നമ്മൾ ദൈവവുമായിട്ടുള്ള ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. അതിനി പിന്നെ കിട്ടും എന്ന് ചോദിച്ചുകൊണ്ടിരിക്കാതെ ദൈവം തന്നിരിക്കുകയാണ്. ഇത് ആത്മാവ് കൊണ്ട് എനിക്ക് കാണാൻ സാധിക്കണം. ഞാൻ ദൈവത്തോടുകൂടി കർത്താവാകുന്ന ഭവനത്തിനകത്ത് ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നു. ദൈവം സ്വർഗത്തിലോട്ടല്ല ഇപ്പോൾ കൊണ്ടുപോയത്, സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ അടുക്കലേക്ക് വന്നു. അപ്പോൾ എൻ്റെ ഭവനത്തിൽ അവൻ ഇറങ്ങി വസിക്കുന്നു. എന്തൊരു വ്യത്യാസമല്ലേ! എന്നിൽ വസിക്കുന്ന ദൈവത്തെ എനിക്ക് കാണാൻ സാധിക്കും. എന്നിൽ വസിക്കുവാൻ ഞാൻ തയ്യാറാണ്. ആദ്യമേ ഇതൊക്കെ ഒന്നാമത്തെ ദിവസത്തിൽ പറഞ്ഞപ്പോഴേ ദൈവത്തിൻ്റെ ആത്മാവ്, കർത്താവ് തന്നെയാണ് ഭവനം പണിയുന്നതെന്നും കർത്താവിൻ്റെ ആത്മാവാണ് എന്നിലുള്ളതെന്നും നമ്മൾ പറഞ്ഞപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് പരിശുദ്ധാത്മാവാണ് വസിക്കുന്നതെങ്കിൽ ഞാനൊരു പുതിയ വ്യക്തിയായി മാറി. എൻ്റെ കാഴ്ചപ്പാട് മാറി. പിന്നെ ഇനിയും തൊട്ട് ഞാൻ പണിയുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ കല്ലും സിമെൻറ്റും മണ്ണും ചപ്പും കൊണ്ടൊന്നുമല്ല ഞാൻ പണിയുന്നത്. അതല്ല ആ പണിയെല്ലാം തീർന്നു. അത് കടന്ന് ബന്ധപ്പെട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ട് വീടും കൂടും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ആവശ്യമുള്ളപ്പം ദൈവം ചെയ്തു തന്നു. പക്ഷെ അതല്ല, ആത്മാവിൻ്റെ ഒരു ദാഹമുണ്ടല്ലോ. ആത്മാവ് നമ്മളെ സൃഷ്ടിച്ച് വിട്ടിരിക്കുന്ന ഈ ലോകത്തിൽ കുറേ സാധനം ഉണ്ടാക്കി വെച്ച് ഇതെല്ലാം കൂടെ കൂട്ടി വെച്ച് ദൈവത്തിൻ്റെ മഹത്വം പറയുന്നതിന് പകരം ഇതാണ് വലുതെന്ന് പറയാനല്ല. അത് നീ ദൈവം തരും. മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അതോടുകൂടി സകലതും തരുമെന്ന് ദൈവം മത്തായിയുടെ സുവിശേഷം 6:33 പറയുന്നുണ്ട്. അങ്ങനെ തന്ന ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് പറയാണ്, നിനക്കുള്ള നിൻ്റെ ശരീരം എൻ്റെ ആത്മാവ് വസിക്കാൻ വേണ്ടി ഞാൻ നിന്നിൽ വസിക്കട്ടെ. ദൈവത്തിനൊരു ഭവനം ആവശ്യമുണ്ട്. അതുകൊണ്ട് പുതിയ ആകാശം പുതിയ ഭൂമിയെന്ന് 21 പറയുന്നെങ്കിലും, വെളിപ്പാട് 21 പറയുന്നെങ്കിലും നമ്മൾ അന്തരാത്മാവ് ക്രിസ്തുവിലായി കഴിയുമ്പം നമ്മൾ ദൈവത്തോടു കൂടെ ആത്മാവിൽ വസിക്കുന്നവരാണ്. ഭൂമിയിലിരിക്കുമ്പം തന്നെ ദൈവമായിട്ടുള്ള നിത്യരക്ഷയുടെ ജീവിതം തുടങ്ങിക്കഴിഞ്ഞു. പിന്നെ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ഈ ഒരു പോയിന്റ്, അതായത് യേശുവിനോടുകൂടെ പുതു സൃഷ്ടിയായി. പിന്നെ ഞാൻ പണിയുന്നത് വീട് ഈ ലോകത്തിലുള്ള സാധനങ്ങൾ കൊണ്ടല്ല, നല്ല വിശുദ്ധമായിട്ടുള്ള ദൈവം നിയോഗിച്ചിരിക്കുന്നു. അതാണ് പിന്നെ വീട് പണിയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. 21, 22 കർത്താവിൻ്റെ ഭവനം എങ്ങനെ നമ്മൾ പണിയും എന്നുള്ളതാണ്. അതായത് കർത്താവ് പറയുന്നത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും. നമ്മൾ പറയും ജഡത്തിൽ ഇത് സംഭവിക്കും. പക്ഷേ ഞാൻ ആത്മീയഗോളം സംസാരിക്കുകയാണെങ്കിൽ എൻ്റെ ആത്മാവ് പുതുക്കപ്പെട്ട് പുതിയ സൃഷ്ടിയായി മാറിയപ്പം തൊട്ട് ഞാനും ദൈവവും ഒന്നായപ്പോൾ, അതായത് ആത്മാവുള്ളവർക്ക് ആത്മാവിനെ അറിയാം. ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള ആത്മാവ് ഇവിടെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പം എൻ്റെ മക്കളുടെ ആത്മാവ് ദൈവത്തിലാണ്. എനിക്കത് കറക്റ്റായിട്ട് അവരെന്താ പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാകും. പക്ഷെ അകന്ന് മാറി നിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ കൂടെ അവരെക്കുറിച്ച് എനിക്കൊരു ഫോഗാണ്, മന്ദതയാണ്. അത് അഴിച്ചു മാറ്റി നമ്മൾ പെനട്രേറ്റ് ചെയ്ത് പിന്നെ അകത്ത് ചെല്ലുന്നിടം വരെ നമുക്ക് സ്വസ്ഥതയില്ല. അപ്പം ദൈവം വീട് പണിയുന്നത് പിന്നെ പൊന്നുകൊണ്ടും
നല്ല മുത്തുകൊണ്ടും പിന്നെ പ്രഷ്യസ് മെറ്റൽസ് കൊണ്ടുമാണ്. അപ്പം ദൈവം പറയുന്നത്, ഞാൻ വസിക്കാനുള്ള ആലയം നിങ്ങൾ എന്തുകൊണ്ടാണ് പണിയുന്നത്? ഇതുവരെ നിങ്ങൾ പണിതത് നിങ്ങളുടെ ഇഷ്ടം പോലെ കുറച്ച് കച്ചി കൊണ്ടും കുറച്ച് തടി കൊണ്ടും കുറച്ച് കണ്ട സാധനങ്ങൾ സിമെൻറ്റ് കൊണ്ടും ഒക്കെ ഉണ്ടാക്കി വെച്ചെങ്കിൽ ഞാൻ അതിലല്ല വസിക്കാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ വസിക്കാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഇഷ്ടമുള്ള സ്വർഗഭവനം നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വസിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? സ്വർണം കൊണ്ടേ പണിയും. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കർത്താവ് പറയുന്നുണ്ട്, ദൈവത്തിന് ദാഹിക്കുന്ന, അതായത് കർത്താവ് പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആദിയും അന്തവുമാകും. ആത്മാവാണ് കേട്ടോ, ആത്മാവിനോട് ദാഹിക്കുന്നവന് ഞാൻ ജീവനീരുറവയിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. അപ്പം ജീവനീരുറവയെന്ന് പറയുന്നത് വചനം തന്നെയാണ്. വചനമാകുന്ന നീരുറവയിൽ ഭക്ഷണം, ദൈവത്തിൻ്റെ ഭക്ഷണവും വെള്ളവും കുടിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ ജീവിക്കാൻ ആത്മാവ് നമ്മളെ പ്രചോദനം തരുമ്പോൾ നമ്മൾ ലോകത്തിൻ്റെ പുറകെ പോകുന്നു എങ്കിൽ ഞാനാണ് എൻ്റെ തടസ്സം, പിശാചൊന്നുമല്ല. അറിവില്ലായ്മയുണ്ട്. അത് ജയിക്കുന്നവന് അവകാശിയായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുന്ന ഒരു സമയം. ഈ ഒരു അപ്പനും മക്കളുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിപ്പിക്കുന്നതിന് മുൻപ് ദുഷ്ടപിശാച് സകല തന്ത്രങ്ങളും കൊണ്ട് നമ്മളെയും നമ്മുടെ മക്കളെയും ദൈവത്തിൽ നിന്ന് അകറ്റാൻ നോക്കും. അപ്പോഴെല്ലാം ഈ വചനം എടുത്തിച്ചു പറയണം, ആൽഫയും ഒമേഗയും ഭവനമാകുന്ന ദൈവം എൻ്റെ ഭവനമായിട്ട് എന്നിൽ വസിക്കുവാൻ, എൻ്റെ ശരീരത്തിന് ദൈവത്തിൻ്റെ ആലയമാക്കി മാറ്റിയ നിമിഷം തൊട്ട് ഞാൻ ജീവൻ്റെ ഉറവയുടെ അനുഭവമാണ്. അപ്പോൾ ഇനി ഞാൻ പണിയുന്നത് പൊന്നുകൊണ്ടാണ്. പൊന്നിൻ്റെ ഗുണമുണ്ട്, ഗോൾഡിൻ്റെ പ്രത്യേകത എന്തുവാ? അതായത് ദൈവം പറയുന്നത് ഗോൾഡ് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ഭവനം ഉണ്ടാക്കുന്നത് 2-3 മെറ്റീരിയൽസേ ഉപയോഗിക്കുന്നുള്ളൂ. ഒന്ന് സ്വർണം, 2 മുത്ത്, മൂന്നാമത്തേത് പ്രഷ്യസ് സ്റ്റോൺസ്. അത് പറയുന്നത് ഗോൾഡ് ഈസ് എ പ്രഷ്യസ് മെറ്റൽ, റിലേറ്റീവ്ലി സ്കേഴ്സ്, ഇറ്റ്സ് വാല്യൂ ഗോസ് അപ്പ് എവറി ടൈം. അതായത് വില കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു സാധനമാണ് സ്വർണമെന്ന്. അതായത് അത് പെട്ടെന്ന് നശിപ്പിച്ച് കളയാനും തീക്കകത്തിട്ടുമ്പോൾ നശിച്ചു പോകുന്നില്ല. അത് പിന്നെയും തീയിലിടുമ്പോൾ വീണ്ടും നല്ല ശോധന ചെയ്ത് ശുദ്ധിയായിട്ട് വരും. അപ്പോൾ ഇറ്റ് വിൽ നോട്ട്, ഇത് കറുത്തു പോകത്തില്ല പുറത്ത് കിടന്നാലും. അതുപോലെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് വളച്ച് ഏത് രൂപത്തിൽ എടുക്കാവുന്നതാണ്. അപ്പം ഗോൾഡ് ഈസ് പ്യൂരിഫൈഡ് ആൻഡ് റിഫൈൻഡ്. 7 ഫയറിനകത്ത് തീക്കകത്തിട്ട് 7 പ്രാവശ്യം ഉലയിലിട്ട് തീ കത്തിച്ച് ശുദ്ധിയാക്കിയ ഗോൾഡ് കൊണ്ടാണ് നീ ഇനി ഭവനം പണിയേണ്ടത്. അപ്പം ഭവനം പണിയുന്നത് ശുദ്ധിയുള്ള ഗോൾഡ്. ഇത് ആത്മാവിൻ്റെയാണ്. ഇത് ഗോൾഡിൻ്റെ ഇഷ്ടി കൊണ്ട് പണിയാൻ തുടങ്ങണമേ. ഇന്ന് തൊട്ട് നമ്മൾ മാറിക്കഴിഞ്ഞു. ഈ യോബിൻ്റെ 23:10 ബിയിൽ പറയുന്നു, എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു പോകും. എപ്പോഴാണ്? യോബിൻ്റെ ആദ്യ സ്റ്റേജിൽ വലിയ ധനവാനും സമ്പത്തുള്ളവനും ഒക്കെ ആയിരുന്നു എങ്കിലും അവസാനം പറയുന്നത്, എന്നെ ശോധന കഴിച്ച് നോക്കേ, ഞാൻ പൊന്നുപോലെ. അതായത് കീടമെല്ലാം എന്നിൽ നിന്ന് പോകാൻ എൻ്റെ ഭവനം ദൈവത്തിൻ്റെ ഭവനം. യാതനയുടെ നടുക്കിലിരിക്കുമ്പോഴാണ് യോബ് ഇവിടെ, എന്നെ ശോധന ചെയ്തോ, തിരിച്ച് അവസാനം പൊങ്ങി വരുന്നത് പൊന്നുകൊണ്ടുള്ള ഭവനമാണ് ഞാൻ ഇനി പണിയുന്നത്. അത് ഉറപ്പാണ് അകത്തുനിന്ന്. സെക്രിയ 13:9 പറയുന്നു, പൊന്ന് ശോധന കഴിക്കുന്നത് പോലെ ഞാൻ അവരെ ഊതിക്കഴിക്കും. കർത്താവിൻ്റെ തീയുടെ ഊതൽ നമ്മുടെ മേൽ നമ്മുടെ മക്കളുടെ മേൽ വന്നുകൊണ്ടിരുന്നിട്ട് കർത്താവിന് ശോധന ചെയ്ത് ശുദ്ധിയാക്കാതെ മെറ്റലുകൊണ്ട് എനിക്ക് ഭവനം പണിയാനൊക്കത്തില്ല. എത്ര സ്വർണത്തിൻ്റെ ഇഷ്ടിക ഈ ഭൂലോകത്തിൽ വെച്ച് നീ നേടുന്നുവോ അത്രമേ സ്വർഗത്തിൽ പണിയാനൊക്കത്തുള്ളൂ. അതുകൊണ്ടിത് വെളിപാടാണ്. ഇത് വരാൻ പോകുന്നതിനെക്കുറിച്ച് അവർ പറയുന്നതെന്ന് ആളുകൾ പറയായിരിക്കും. പക്ഷേ ഇതിനകത്ത് പറയുന്നത്, ഭൂമിയിൽ എന്ത് വെച്ച് നീ പണിതോ അത് വെച്ചാണ് ഞാൻ സ്വർഗത്തിൽ പണി. ഭൂമിയിൽ പറയുന്നുണ്ടല്ലോ, ഒരിന്ത്യനകത്ത് പറയുന്നുണ്ട്, പുല്ലും പിന്നെന്താ കത്തിപ്പോകുന്ന പുല്ലും പന്നത്തടിയും കൊണ്ടും അല്ലെ കൊള്ളി കമ്പ് കൊണ്ടുമൊക്കെ വീടുണ്ടാക്കിയ ആദ്യത്തെ തീക്ക് അത് കരിഞ്ഞു പോകുന്നു. നിൻ്റെ പ്രവൃത്തികൾ അതാണെങ്കിൽ വെറും കാക്കയുടെ കൂടുണ്ടാക്കിയത് കണ്ടിട്ടുണ്ടോ? ഇന്നലെ പ്രാവശ്യം ദൈവം കാണിച്ച കാക്കക്കൂട്. മനുഷ്യനെല്ലാം കാക്കക്കൂടുണ്ടാക്കുക. കുറേ കമ്പ് അവിടുന്ന് ഇവിടുന്ന് എടുത്ത് വെച്ചിട്ട് ഉണ്ട്. അതൊരു സീസണലായിട്ട്. അത് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നീ ഇവിടെ സ്വർണം കൊണ്ട് പണിയാൻ ദൈവത്തിൻ്റെ ശോധന ചെയ്തുകൊണ്ട് കല്ലുകൊണ്ട് പണിതാൽ സ്വർഗത്തിൽ ശോധന ചെയ്ത കല്ലുകൊണ്ടാണ് നമ്മുടെ ഭവനം അവിടെ പണിയുന്നത്. അല്ലെങ്കിൽ പണിയാതെ കിടക്കുകയാണെന്ന് ഓർക്കണേ.
പിന്നെ 1 പത്രോസ് 1:7 പറയുന്നത്, അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്ന പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറരുത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ ഇടവരും. അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവിൽ പണിയുന്ന ഭവനം സ്വർണം കൊണ്ടുള്ളതായി മാറും. ഒന്ന് ഓർക്കണം, ഈ പുതിയ നിയമത്തിൽ വെളിപ്പാടിനകത്ത് വീട് പണിയുന്നതിന്, ഭവനം പണിയുന്നതിനകത്ത് വെള്ളി ഉപയോഗിക്കുന്നില്ല. വെള്ളി ഈസ് എ ക്വസ്റ്റ്യൻ ഓഫ് റിഡംഷനാണ്, റിഡീം ചെയ്യുന്നതാണ്. സ്വർണ്ണമാണ് ഉപയോഗിക്കുന്നത്. അതിന് കളറ് മാറുന്നില്ല. വെള്ളി എന്നൊക്കെ കാണിച്ചാലും വെള്ളി കുറച്ച് കഴിയുമ്പോൾ കളറ് മാറും. അപ്പം നമ്മൾ ഈ ഓന്തിൻ്റെ കൂട്ട് രൂപം മാറുന്നവരാകാതെ ഉറച്ചു നിൽക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ബലത്തിൽ വിശ്വസ്തയോടെ അവൻ്റെ ഭവനമായിട്ട് മാറി അവന് വേണ്ടി ജീവിക്കാൻ ഞാനും എൻ്റെ കുടുംബം യഹോവയെ സേവിക്കുമെന്ന് ജോഷുവ പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ വിശുദ്ധ ഭവനങ്ങൾ പണിയാൻ ഇപ്പം തൊട്ട് നമുക്ക് പ്രയത്നിക്കാം. അല്ലെങ്കിൽ ചോദിക്കാം, കർത്താവെ പണിയാൻ പഠിപ്പിക്കണം. ദൈവം ചെയ്തവരും പഠിപ്പിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നാഥ, തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഭവനം പണിയുന്നവരാക്കി. ദൈവമാണ് ഭവനത്തിൻ്റെ ഉടമസ്ഥൻ, ക്രിസ്തുവാണ് ഭവനത്തിൻ്റെ ഉടമസ്ഥൻ എന്ന് എബ്രായർ ലേഖനം 3 ഞങ്ങളെ പഠിപ്പിച്ചു കഴിഞ്ഞു. ക്രിസ്തുവാണ് ഭവനത്തിൻ്റെ ഉടമസ്ഥനെ എങ്കിൽ കർത്താവ് പറയുന്നത്, എന്നോട് ചേർന്ന് നിൽക്കുക. ഞാൻ നിന്നോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞങ്ങൾ നിൻ്റെ ഭവനം ഞങ്ങളായി മാറണം കർത്താവ്. ഞങ്ങൾ നിന്നിൽ ഒന്നിച്ച് ചേരണം. അങ്ങനെ നിന്നോട് ചേർന്ന് നിന്ന് ഭവനം പണിയുന്നുവെങ്കിൽ കല്ലും മഡും അല്ലെങ്കിൽ ചെളിയും പിന്നെ വൈക്കോലും കൊണ്ടൊന്നും അവിടെ പണിയാനൊക്കത്തില്ല. അവിടെ പണിയുന്ന ഭവനങ്ങൾ മുത്തിനാലും സ്വർണത്തിനാലും പണിയുന്നതാണ്. ഈ സ്വർണത്തിനുള്ള വീട് പണിയുന്ന ജോലി അവിടെ ചെന്ന് കഴിഞ്ഞിട്ടല്ല, ഇവിടെ വെച്ചത് ചെയ്തെടുക്കാൻ തക്കവണ്ണം ദൈവീക ആത്മാവ് ഞങ്ങളിൽ, ഞങ്ങളുടെ തലമുറകളിൽ വസിക്കണം. മോശ പ്രവർത്തിച്ചു, ജോഷുവ പ്രവർത്തിച്ചു, ദാനിയേൽ പ്രവർത്തിച്ചു. കർത്താവേ, ദൈവത്തിൻ്റെ ആത്മാവിൽ എല്ലാ 12 ശിഷ്യന്മാരിലും ഈ ഭവനം പണിയാൻ നീ അനുവദിച്ചു. അവരെല്ലാം ലോകത്തിൻ്റെ നാനാഭാഗത്ത് പോയി ഈ സത്യവചനം പറഞ്ഞ് മനുഷ്യനിൽ രൂപാന്തരം വരുത്തിയതുകൊണ്ട് മനുഷ്യൻ മനുഷ്യനെ തന്നെ തിന്നാതെ ജീവിക്കുന്നു. കാനിബലിസം. ദൈവമേ, മനുഷ്യൻ മനുഷ്യനെ തന്നെ നശിപ്പിക്കുന്ന കാലത്തിലേക്ക് വീണ്ടും നമ്മൾ പോകുന്നു. അതിൽ നിന്നൊരു വിടുതൽ കിട്ടാൻ, ഒരു ശേഷിപ്പിന്, ഒരു റെമനൻ്റ് നീ സൂക്ഷിക്കണമേ. നമ്മുടെ തലമുറയോട് കരുണ തോന്നണമേ. നിൻ്റെ രാജദണ്ഡ് നീട്ടി ആരവിടെ എന്ന് ചോദിച്ചിട്ട് വഴിതെറ്റി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അറസ്റ്റ് ചെയ്ത് തിരിച്ച് നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തുന്നു. ജോസഫിനെ പൊട്ടക്കിണറ്റിൽ നിന്ന് പൊക്കിയെടുത്തവനും ജയിലിൽ നിന്ന് പൊക്കിയെടുപ്പിച്ചവനും നീ ആണെങ്കിൽ നിനക്കറിയാം എന്താ. ഫറവോൻ്റെ മുമ്പിൽ നിർത്തുന്നതിന് മുൻപ്, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ആകുന്നതിന് മുൻപ് പണിതെടുത്തവനായ ദൈവം നമ്മുടെ മക്കളെ പണിതെടുത്ത് നിനക്ക് യോഗ്യമുള്ള പാത്രങ്ങളാക്കി തീർക്കണമേ കർത്താവേ. അവരും സ്വർണം കൊണ്ടും മുത്തുകൊണ്ടും പ്രഷ്യസ് സ്റ്റോൺസ് കൊണ്ടും വീട് പണിയുന്നവരായി മാറട്ടെ. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. അപ്പച്ച ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ ആമേൻ.